ും വേണ്ടി കൊടുക്കു ചെറുപ്പക്കാരാ, വാരിക്കൂട്ടി വെച്ചിട്ട് എന്ത് കിട്ടാരാ? എന്റെ പ്രിയമുള്ളവര്, മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനെ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാ. ആ സമയമുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പണത്തിനെ സ്നേഹിക്കുന്നവര്, പണമാണ് വലുതെന്ന് വിശ്വസിക്കുന്നവര്, അത് ഏത് മാർഗത്തിലൂടെ സമ്പാദിക്കണമെന്ന് പറഞ്ഞു നെട്ടോട്ടമോടുന്നവര്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്നവര്. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞ് കരഞ്ഞ് താടിരോമത്തിലൂടെ കണ്ണുനീര് താഴേക്ക് വീഴുകയാണ്. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മിസ്അബേ, നിന്റെ പഴയകാല ഞാനൊന്ന് ഓർത്തുപോയി മിസ്അബേ. പാതിരാത്രി കടന്നു വന്ന ചെറുപ്പക്കാരാ, ആരാണ് മിസ്അബ് എന്നറിയുവോ? ആരാണ് മിസ്അബ് എന്നറിയുവോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു മിസ്അബ്. മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്അബ്. എടാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വർണത്തിന്റെ വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ ധരിച്ചിരുന്നത് സ്വർണത്തിന്റെ വസ്ത്രമായിരുന്നു. പൊന്നുമോനെ, സുഗന്ധം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ചെറുപ്പക്കാരനാ മിസ്അബ്. ഒരിക്കൽ തേക്കുന്ന സുഗന്ധം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും തേക്കൂല. അല്ലാഹുവേ, മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുതിരയുടെ മുകളിൽ ഇരുന്ന് വരുന്നത് കാണാ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നടാ. ഒരു നോക്ക് കാണാ ആ ചെറുപ്പക്കാരൻ കുതിരയിൽ ഇങ്ങനെ പോകുന്നത് കാണാ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഈ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. പടച്ചവന്റെ ദീനിലേക്ക് കടന്നു വരികയാ. തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ വല്ലാത്ത പേടിയായിരുന്നു. വീട് ഭരിച്ചിരുന്നത് മിസ്അബിന്റെ ഉമ്മയായിരുന്നു. വാപ്പയ്ക്ക് പോലും തന്റെ ഭാര്യയെ പേടിയായിരുന്നു. മിസ്അബ് വല്ലാതെ പേടിച്ചിരുന്നു. അവസാനം മിസ്അബ് മുസ്ലിമായെന്നറിയുമ്പോ വീടിനകത്ത് തല്ലിച്ചതച്ചിട്ട് കെട്ടിയിടുകയാണ്. തന്റെ പൊന്നുമോനെ പട്ടിണിയിടുകയാണ്. എന്തു ചെയ്തിട്ടും അവസാനം തന്റെ പൊന്നുമകൻ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുന്നില്ല. അവസാനം എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മദീനയിലേക്ക് ഹിജ്റ പോകാൻ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ വീടിനകത്തിരിക്കുകയാണ്. വീട്ടിലെ വേലക്കാർ മുഴുവനും മിസ്അബിനെ വീടിനകത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ശരീരത്തിലൂടെ രക്തമൊലിക്കുകയാണ്. അവസാനം എന്ത് പറഞ്ഞിട്ടും തന്റെ പൊന്നുമോ നന്നാകുന്നില്ലെന്ന് കണ്ടപ്പോ ഉമ്മ പറയുന്നവനെ വലിച്ചിടച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയാ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലെ ജോലിക്കാരെ മുഴുവനും തല്ലിച്ചതച്ചിട്ട് വീടിന്റെ വെളിയിൽ വലിച്ചെറിയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, മിസ്അബേ, ഇവിടെ നിന്ന് നീ പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂല മിസ്അബേ. എന്റെ പൊന്നുമോനെ, ഒരുപാട് കോടികളുടെ ആസ്തിയുള്ളവനാടാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, എനിക്കെത്ര കോടിയുടെ ആസ്തിയുണ്ടെന്ന് ചോദിക്കുമ്പോ, എനിക്കെത്ര സമ്പത്തുണ്ടെന്ന് ചോദിക്കുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട മാതാവ് പറയുന്നു, പൊന്നുമോനെ, മക്കയുടെ പകുതിയും നിന്റെതാ പൊന്നുമോനെ. മക്കയുടെ പകുതിയും നിന്റെ സ്വത്താടാ. നീ ഇസ്ലാമിലേക്ക് കടന്നു പോയാൽ ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരില്ലെന്ന് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാ സമയത്ത് തന്റെ ഉമ്മ അതാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് ഇട്ടിരുന്ന വസ്ത്രമൂരുകയാണ്. ഇട്ടിരുന്ന വസ്ത്രമൂരി തന്റെ ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട്, ഉമ്മ, ഇത് നിങ്ങളുടെ സമ്പത്താ, എനിക്ക് നിങ്ങളുടെ സമ്പത്ത്
വേണ്ടെന്ന് പറഞ്ഞ് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മ അവിടെന്ന് പറയുന്നു, മിസ്സബേ, ഇനി നീ എന്നെ ഉമ്മാന്ന് പോലും വിളിക്കല്ലേ മിസ്സബേ, ഞാൻ മരിച്ചാ പോലും എന്നെ കാണാൻ വരല്ലേ മിസ്സബേ. തന്റെ ഉമ്മ തന്റെ പൊന്നുമോനെ ശപിക്കുകയാ. മിസ്സബ് റളിയല്ലാഹു തആല വരെ മണ്ണ് വാരി വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മ ശപിക്കുകയാ. മിസ്സബ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാ. എന്തിനാ പ്രവാചകനെ കരഞ്ഞതെന്നറിയോ? പണം വാരിക്കൂട്ടാൻ നടക്കുന്നവരെ, അല്ലാഹുവിനെക്കാളും മുകളിൽ പണത്തിനെ കാണുന്നവരെ, മിസ്സബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് നടന്നു ചെല്ലുമ്പോ ഇട്ടിരുന്ന വസ്ത്രമുണ്ടല്ലോ 62 സ്ഥലങ്ങൾ കീറിയിട്ട് 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വച്ചിരുന്ന ഒരു വസ്ത്രം ധരിച്ചിട്ടാണ് പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്നത്. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, മിസ്സബേ, എന്തിനാ മിസ്സബേ ഇങ്ങനെ നടക്കുന്നത്? നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ? നിനക്കൊരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ? മിസ്സബ് റളിയല്ലാഹു തആല ചിരിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഓരോ പ്രാവശ്യം എന്റെ വസ്ത്രം കീഴുമ്പോഴും തയ്ക്കാൻ എനിക്ക് വല്ലാത്ത സന്തോഷമാ നബിയേ. എന്തിനാ ഇങ്ങനെ നടക്കുന്നതെന്നറിയുമോ? മക്കയുടെ പകുതിയും എന്റെ വാപ്പയുടേതായിരുന്നു. പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ലല്ലോ. എന്റെ ഉമ്മ പോയപ്പോഴും ഒന്നും കൊണ്ടുപോയില്ലല്ലോ. ഈ മിസ്സബ് പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകില്ലല്ലോ. ഈ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് ഞാൻ നടക്കുന്നത് എന്തിനാണെന്നറിയുമോ നബിയേ? എനിക്ക് സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാനാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരുന്ന സഹാബത്ത് പോലും ഈ മറുപടി കേട്ടിട്ടിരുന്ന് കരയുകയാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, അവസാന ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിന്റെ അടുക്കൽ നിൽക്കുമ്പോ ഒരു മയ്യത്തെടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് സഹാബത്തോടി വരികയാ. ഒരു ജനാസ തൂക്കിയെടുത്തിട്ട് എല്ലാരും കരഞ്ഞുകൊണ്ട് വരികയാ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ നോക്കുകയാ. ആരുടെ ജനാസയാണ്? ആരുടെ ജനാസയാ? എല്ലാവരും കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവെക്കുകയാ. മഹാനായ സയ്യിദുനാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യിത്താണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? യാ സ്വഹാബ, എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബത്ത് പറയുന്നു, നബിയേ, മയ്യത്ത് പൊതിയാൻ കഫൻ തുണി തികയുന്നില്ല നബിയേ. സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ച് നടന്ന ചെറുപ്പക്കാർ തലമറയ്ക്കുമ്പോ കാല് വെളിവാവുകയാ, കാല് മറയ്ക്കുമ്പോ തല വെളിവാവുകയാ. തുണി തികയുന്നില്ല, കഫൻ തുണി പോലെ തികയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, തലമറച്ചിട്ട് കഫൻ പൊതി സഹാബാ. അല്ലാഹുവേ, തലമറച്ചിട്ട് കഫൻ പൊതിയുകയാണ്. കാല് രണ്ടും വെളിയിൽ കിടക്കുകയാ, കാല് രണ്ടും വെളിയിൽ കിടക്കുകയാ. മറയ്ക്കാൻ തുണിയില്ല, കഫൻ പൊതിയാ തുണിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, ആ കാണുന്ന പുല്ല് പറിച്ചു കൊണ്ടുവന്ന് കഫൻ പൊതി സഹാബാ. സഹാബത്ത് ഓടിച്ചെന്നിട്ട് പുല്ല് പറിച്ചു കൊണ്ടുവരികയാ. ആ ചെറുപ്പക്കാരന്റെ കാലില് പുല്ല് വെച്ച് കെട്ടിയിട്ട് കഫൻ പൊതിയുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തും മയ്യത്ത് കബറിനകത്തേക്ക് ഇറക്കുമ്പോ സുബ്ഹാനല്ലാഹ്,
കാലിൽ കെട്ടിവെച്ചിരിക്കുന്ന പുല്ലഴിഞ്ഞ് കബറിലേക്ക് വീഴുകയാ. സഹാബത്ത് മുഴുവനും കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ താടിയിലൂടെ കണ്ണുനീരൊലിക്കുകയാണ്. മയ്യത്ത് കബറിനകത്ത് വെച്ച സഹാബി കബറിന്റെ ചാരത്തിരുന്നിട്ട് കബറിനകത്തിരുന്ന് കരയുകയാണ്. അല്ലാഹുവേ, ഒരാൾ പോലും സംസാരിക്കുന്നില്ല. എല്ലാവരും കബറിന്റെ ചാരത്തിരുന്ന് കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, സഹാബത്തേ, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം സഹാബാ, മരിച്ചാ ഇതുപോലെ മരിക്കണം സഹാബാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മരിച്ചാൽ ഇതുപോലെ മരിക്കണം. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബുത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. മരിച്ചാൽ ഇതുപോലെ മരിക്കണം. ഒരു തന്റെ സമ്പത്തും തന്റെ ജീവിതവും തന്റെ ശരീരവും സർവ്വതും അല്ലാഹുവിന് കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങിയിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് പണത്തിന് ഒരുപാട് മോഹിക്കല്ലേ. അല്ലാഹു നിനക്ക് പണം തന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല. ഒരിക്കലും നീ തെറ്റിദ്ധരിക്കല്ലേ. അല്ലാഹു നിന്റെ നിസ്കാര തഴമ്പ് കണ്ടിട്ട്, നിന്റെ താടിയുടെ നീളം കണ്ടിട്ട്, നിന്റെ കുടുംബ മഹിമ കണ്ടിട്ട്, ഇതൊന്നും കണ്ടിട്ടല്ല അല്ലാഹു നിനക്ക് സമ്പത്ത് തന്നത്. മനുഷ്യ, നിന്നെ പരീക്ഷിക്കാരാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്നിട്ട് 50,000 വർഷം കഴിഞ്ഞ് പണക്കാരൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്നിട്ട് 50,000 കൊല്ലം കഴിഞ്ഞ് പണക്കാരൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹ് നിനക്ക് പണം തന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് കരുതരുത്, പരീക്ഷിക്കാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, 3 അല്ലാഹു അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തും, അവന്റെ കച്ചവടം നഷ്ടപ്പെടുത്തും, അവന് രോഗങ്ങൾ കൊടുക്കും, അവന്റെ മക്കളെ മരിപ്പിച്ചിട്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വന്തം മക്കളെ മരിപ്പിച്ചിട്ട്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 7 മക്കളുടെ മയ്യത്താ കബറടക്കി. 7 മക്കളുടെ മയ്യത്താ കബറടക്കിയേ. നിങ്ങളൊന്ന് ചിന്തിക്ക്. ഇഷ്ടമില്ലാത്തത് കൊണ്ടോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബദർ യുദ്ധത്തിന് പോകുമ്പോ റുഖിയ ബീബി സുഖമില്ലാതെ കിടക്കുകയാ. തന്റെ പൊന്നുമോൾ റുഖിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, യുദ്ധത്തിന് വരണ്ട, റുഖിയാനെ നോക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ബദർ യുദ്ധം ജയിച്ചിട്ട് 313 സഹാബത്ത് അല്ലാഹുവേ ജയിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് വരികയാ. മസ്ജിദുൻ നബവിയിൽ വന്ന് നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ മുന്നിൽ നിന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിനകത്ത് നിന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ആയിഷ കരയണേ, എന്തേ ആയിഷ കരയണേ? ചിരിക്കുന്ന മുഖത്തോടെ ചോദിച്ച പ്രവാചകനോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ, ജന്നത്തിൽ ബഖീലേക്കൊന്ന് ഓടിപ്പോ നബിയെ, ജന്നത്തിൽ ബഖീലേക്കൊന്ന് പോ നബിയെ. റുഖിയ ബീവിയുടെ മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോയിരിക്കുന്നു നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജന്നത്തിൽ ബഖീലേക്ക് ഓടി ചെല്ലുമ്പോ തന്റെ പൊന്നുമോളുടെ മയ്യത്ത് കബറിനകത്ത് വെച്ചിട്ട് മണ്ണിട്ടുകൊണ്ടിരിക്കുക. തന്റെ പൊന്നുമോളുടെ മയ്യത്തൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമോളുടെ മയ്യത്തിന്റെ മുകളിൽ മണ്ണ് വാരിയിട്ടു. 7 മക്കൾ, 1 2 അല്ല, 7 മക്കളെ മരിപ്പിച്ചിട്ട് അല്ലാഹു നബിയെ പരീക്ഷിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത വേദനയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ലക്ഷദ്വീപിൽ വഅദിന് പോയപ്പോ ഒരു ഉസ്താദിനെ കണ്ടു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു? എനിക്ക് പള്ളിയിൽ ജോലിയൊന്നുമില്ല ഉസ്താദെ, എനിക്ക് പള്ളിയിൽ ജോലിയൊന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടിലാ. ആ ഉസ്താദ് എന്നോട് പറഞ്ഞു, അല്ലാഹു എനിക്ക് 9 മക്കളെ തന്നു, 9 മരിച്ചുപോയി. എന്നോട് പറയാ, എനിക്ക് അല്ലാഹു 9 മക്കളെ തന്നു, 9 മരിച്ചു ഉസ്താദ്.
ഉസ്താദ് ഒരു പ്രായമായ മനുഷ്യൻ പറയാ, 9 മക്കളും മരിച്ചപ്പോ എന്റെ ഭാര്യയുടെ ബോധം നഷ്ടപ്പെട്ടു പോയി. 9 മക്കളും മരിച്ചു പോയപ്പോ അല്ലാഹുവേ ആ സഹോദരിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് റബ്ബേ വീടിനകത്ത് കിടന്ന് അല്ലാഹു വല്ലാത്തൊരവസ്ഥയാ. ഉസ്താദ് പറയും, എന്റെ ജോലി എന്റെ ഭാര്യയെ നോക്കല, ഇന്നെന്റെ ജോലി എന്റെ ഭാര്യയെ നോക്കല. ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണം എന്റെ ഭാര്യയുടെ ബോധം തിരിച്ചു കിട്ടാൻ. അല്ലാഹുവേ നീ ശിഫ നൽകണേ തമ്പുരാനെ, അല്ലാഹുവേ നീ ശിഫ നൽകണേ റഹ്മാനെ. നമ്മുടെ മക്കൾക്കൊരു പനി വന്നാൽ താങ്ങാൻ പറ്റൂ? നമ്മുടെ മക്കൾക്കൊരു പനി വന്നാൽ താങ്ങാൻ പറ്റൂ? എന്റെ പ്രിയമുള്ളവരെ, എടപ്പാള് പ്രദേശത്തുള്ളൊരു സഹോദരൻ, ഞാൻ എന്റെ വൈഫിന്റെ ഉപ്പയ്ക്ക് ഒരു സർജറി വേണ്ടി വന്നു, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിവിട്ടു. രക്ഷപ്പെടുമെന്നൊരു വഴിയില്ല, 98% തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ സർജറിയ. അവസാനം ഈ മനുഷ്യൻ അകത്തേക്ക് കയറ്റിവിട്ടിട്ട് ക്യാൻസർ സെന്ററിന്റെ ചാരത്തൊരു പള്ളിയുണ്ട്, മെഡിക്കൽ കോളേജിൽ പോയവർക്കറിയാം. അതിന്റെ പുറകിൽ പോയിട്ട് ഞാൻ അല്ലാഹുവേ ഒന്ന് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാമെന്ന് പറഞ്ഞ് ഒളുവെടുത്തു പള്ളിക്കകത്ത് കയറുമ്പോ ഒരു ചെറുപ്പക്കാരൻ തന്റെ മടിയിൽ ഒരു 4 വയസ്സുകാരനെ വെച്ചിട്ടിരുന്ന് കരഞ്ഞോണ്ടിരിക്കുക. വാപ്പ കരയുന്നു, അതിനേക്കാളും ശബ്ദത്തിൽ മകൻ കരയുന്നു. ഉപ്പ കരയുന്നതിനേക്കാളും ശബ്ദത്തിൽ മകൻ കരയുന്നു. നിസ്കരിക്കാൻ കഴിയുന്നില്ല, കരച്ചലിന്റെ ശബ്ദം കൂടിയപ്പോ ഞാൻ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയണ? കുഞ്ഞു കിടന്ന് കരയണ കണ്ടില്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മനുഷ്യനപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ വിവാഹം കഴിഞ്ഞിട്ട് 11 കൊല്ലം മക്കളില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 11 കൊല്ലം എനിക്കും മക്കളില്ലായിരുന്നു. ഞാനും എന്റെ ഭാര്യയും 11 കൊല്ലം അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തിട്ട് റബ്ബെനിക്ക് തന്നതായി പൊന്നുമോനെ. ഡോക്ടർ പറയുന്നു എന്റെ പൊന്നുമോൻ ഒരാഴ്ച കൂടെ ജീവിക്കൂ. ഡോക്ടർ പറഞ്ഞിരിക്കുന്നു എന്റെ പൊന്നുമോൻ ഒരാഴ്ച കൂടെ ജീവിച്ചിരിക്കൂ. അവന് ക്യാൻസർ ഉസ്താദേ, ബ്ലഡ് ക്യാൻസർ ആണ് എന്റെ പൊന്നുമോന്. അല്ലാഹുവേ എന്റെ പൊന്നുമോന് വേദന സഹിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ കിടന്ന് കരയുമ്പോ അടുത്ത് കിടക്കുന്ന രോഗികൾക്ക് പോലും ഉറങ്ങാൻ കഴിയണില്ല, രാവും പകലും കരച്ചല. ഈ 4 വയസ്സുകാരനെ എടുത്ത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് അല്ലാഹുവേ വാപ്പ ഇരുന്ന് കരയുകയാ. അവസാനം ആ മനുഷ്യൻ പറയുന്നു, ഉസ്താദെ കണ്ടിട്ട് സഹിക്കുന്നില്ല, എന്റെ പൊന്നുമോൻ എന്തായാലും ഒരാഴ്ച കൂടെ, അവന്റെ ആന്തരിക അവയവങ്ങളൊക്കെ പോയി, എന്റെ പൊന്നുമോൻ ഒരാഴ്ച പോലും നീളൂല എന്ന് ഡോക്ടർ പറയുന്നു. ഉസ്താദെ എനിക്ക് അല്ലാഹു തന്നവൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയണില്ല. ഞാൻ 11 കൊല്ലം കരഞ്ഞു ദുആ ചെയ്തത് എനിക്ക് അല്ലാഹു തന്നതാ. എന്റെ നാവ് കൊണ്ട് ഇവൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ കഴിയുന്നില്ല, കണ്ടിട്ട് സഹിക്കുന്നില്ല. ഉസ്താദെ നിങ്ങളൊന്ന് ദുആ ചെയ്യൂ, നിങ്ങളൊന്ന് ദുആ ചെയ്യൂ. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ പൊന്നുമോന്റെ മുഖത്തൊന്ന് നോക്കി. ആ പൊന്നുമോന്റെ മുഖത്ത് ഞാനൊന്ന് നോക്കി. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്റെ മോനെ. എനിക്ക് പെട്ടെന്ന് എന്റെ മോൻ സിനാനിനെ ഓർമ്മ വന്നു. അല്ലാഹുവേ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ കഴിയുന്നില്ല. അല്ലാഹുവേ ആ മകൻ മരിച്ചോ എന്ന് എനിക്കറിയില്ല. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ലാ, ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് തന്ന മക്കൾ, അവർക്കൊക്കെ ഒരു പരിമന്ന നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയും. പിന്നല്ലേ മക്കൾ മരിച്ചുപോയ. അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്ന് കളിച്ച് ചിരിച്ച് കിടന്ന മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയിടേണ്ട ഗതികേടി സദസ്സിൽ ഒരുമിച്ച് കൂടി ആർക്കും നീ തരല്ലേ റബ്ബേ. അല്ലാഹുവേ അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, പലരും സ്വന്തം മക്കളുടെ മയ്യത്ത് കബറടക്കിയവരുണ്ട്. ഇന്നലെ വാഴ്ന്നിന് പോയപ്പോ 33 വയസ്സുള്ള ഒരു സഹോദരൻ വാപ്പയും മകനും കൂടെ കല്യാണത്തിന് പോയി. വാപ്പയും മകനും കൂടെ കല്യാണത്തിന് പോയി ഒരുമിച്ചിരുന്ന് ചോറുണ്ടിട്ട് വാപ്പയും മകനും കൂടെ കയ്യിൽ പിടിച്ചിട്ട് തിരിച്ചു വരുമ്പോ അല്ലാഹുവേ റോഡിൽ വെച്ച് അറ്റാക്ക് വന്ന് മരിച്ചു. ഞാൻ ഇന്നലെ കണ്ട സഹോദരന്റെ വാപ്പാൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കരയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മനുഷ്യൻ പറയാ, അല്ലാഹു എന്നെ വെച്ചിട്ട് ഇവനെ മരിപ്പിച്ച് കളഞ്ഞല്ലോ ഉസ്താദ്. ഏറ്റവും വലിയ വേദന മക്കൾ മരിക്കുക, മാതാപിതാക്കൾ ജീവിച്ചിരിക്കൽ. അല്ലാഹു ഇത് വല്ലാത്തൊരു. അല്ലാഹു അങ്ങനെ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അല്ലാഹു നീ അവർക്ക് ക്ഷമ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ പടച്ചവനെ. സംഘാടകർ ബക്കറ്റില്ലേ? ഇപ്പൊ ബക്കറ്റുണ്ടോ? ഇൻഷാ അല്ലാഹ് ബക്കറ്റ് എടുത്തോ. ഇന്നത്തെ നിയ്യത്ത് നമ്മുടെ മക്കളുടെ ആയുസ്സിന് വേണ്ടി. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരരുത്. മാരക രോഗം പിടിച്ചിട്ട് വീടിനകത്ത് കിടന്ന് വേദന സഹിക്കാൻ കഴിയാതെ ഉപ്പ എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഉമ്മ എന്നെ കൊണ്ട് കഴിയണില്ല എന്ന് കരയുന്ന ഒരവസ്ഥ കാണാതിരിക്കാൻ ഒരു നല്ല സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി
عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم റഹ്മാൻ റഹീമായ അല്ലാഹ് കരുണയുള്ള അല്ലാഹ് ദയാലുവായ അല്ലാഹ് പടച്ചവനെ ഈ 25 പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്ന വിവാഹത്തിന് വേണ്ടിയാ തമ്പുരാനെ ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വരുമ്പോ ആരെല്ലാം സദക്ക കൊടുക്കുന്നുണ്ടോ പടച്ചവരെ ഞങ്ങളുടെ മക്കൾക്ക് മാരക രോഗം തരല്ലേ അല്ലാഹ് കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത രോഗം തരല്ലേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ് സ്വന്തം മക്കളുടെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ലാഹ് പടച്ചവനെ കിടന്ന കിടപ്പിൽ കടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് സ്വന്തം മക്കള് വാപ്പ മരിക്കാൻ ദുആ ചെയ്യുന്ന ഒരവസ്ഥ വരെ ഈ സദക്ക കൊടുക്കുന്ന ഒരാളെയും നീ എത്തിക്കല്ല അല്ലാഹ് എപ്പ എവിടെ വെച്ച് മരിച്ചാൽ ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാഹ് ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ എല്ലാവരും ഒരു നല്ല സദക്ക വേറെ പിരിവൊന്നുമില്ല അല്ലാഹു കബൂലാക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ താക്കീത് നീ ശിർക്ക് ചെയ്യാൻ പാടില്ല അല്ലാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ കാര്യം 12 താക്കീതുകളുണ്ട് 12 താക്കീതുണ്ട് ഒരെണ്ണം പറഞ്ഞ് ഇപ്പൊ തന്നെ 11 മണിയായി നിർത്താൻ സമയമായി 11:30 വരെയാണ് ഞാൻ സമയം പറഞ്ഞിരിക്കുന്നത് ഇരിക്കാമോ ഒരു അരമണിക്കൂറും കൂടി ഇരിക്കാമല്ലോ അരമണിക്കൂറും കൂടി ഇരിക്കുമല്ലോ ഉസ്താദ് വാക്കിയും കൂടെ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരെന്ന് കൈപൊക്കിക്ക് പുറകെ ഇരിക്കുന്നവർക്കൊന്നും പൊങ്ങൂലായിരിക്കില്ലേ പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊക്കണം അത്രേ ഉള്ളൂ വേറൊന്നുമില്ല ചെറിയൊരു പൈസ ഞാനിങ്ങനെ 1 പവനും 2 പവനും എനിക്ക് ഇഷ്ടമല്ല ഞാൻ ചെറുതേ ചോദിക്കത്തുള്ളൂ അറിയാമല്ലോ ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്തിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചെയ്ത രണ്ടാമത്തെ താക്കീത് ഏതെന്നറിയുവോ എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ താക്കീത് ഏതെന്നറിയുവോ പൊന്നുമോനെ അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ എന്നെയും നിന്നെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല തോന്നുന്നത് പോലെ ജീവിക്കാനല്ല ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചുകൊണ്ട് നടക്കാനല്ല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് പടച്ചവനെ നന്ദി കാണിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ താക്കീത് 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ ചെറുപ്പക്കാരാ 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ പൊന്നുമോര് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മാലിക് ഇബ്നു ദിനാറിന്റെ സംഘാടകരോട് എനിക്ക് പറയാറുള്ളത് വഅദ് നടത്തുന്നത് നല്ലതാ പൊന്നുപോരെ 25 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് നല്ലതാ പൊന്നുപോര് പക്ഷേ ഈ വഅദിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വഖത്ത് നിസ്കാരമെങ്ങാടം നീ കളയാക്കിയാ പൊന്നുമോരെ അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാമെന്ന് നീ കരുതല്ലേ ചെറുപ്പക്കാരാ അതുകൊണ്ട് പാതിരാത്രി കടന്നു വന്നവരോട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളോട് വിട പറയാ ദിവസങ്ങൾ മാത്രം എൻ്റെ പ്രിയമുള്ളവരെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ 2016 നമ്മളോട് വിട പറഞ്ഞിട്ട് പുതുവർഷ പുലരിയും കാത്തിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള പെങ്ങളെ
പൊന്നുമോളെ നിസ്കരിക്കാ വല്ലാത്ത മടിയാടല്ലോ. 5 നേരം അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാ മടിയാ. ഇന്ന് വഅദിന് വരുന്നതിന് മുമ്പ് എന്റെ പ്രിയമുള്ളവരെ ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് സീരിയൽ കണ്ടിട്ട് വന്നവരുണ്ടല്ലോ. മറക്കല്ലേ പെണ്ണേ, മറക്കല്ലേ പെങ്ങളെ. എങ്ങനെ കഴിയുന്ന മോളെ, നിനക്കെങ്ങനെ കഴിയുന്ന മോളെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ റബീഉൽ അവ്വൽ കടന്നു വന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണല്ലോ റബീഉൽ അവ്വൽ. എല്ലാവരും ആഘോഷിച്ചല്ലോ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് റബീഉൽ അവ്വൽ ആഘോഷം. എന്റെ പ്രിയമുള്ളവരെ പ്രായപൂർത്തിയാകാത്ത മക്കളാണ് നബിദിനം ആഘോഷിക്കേണ്ടത്, മറ്റുള്ളവർ ആഘോഷിക്കാനുള്ള ദിവസമല്ല. റബീഉൽ അവ്വൽ പ്രായപൂർത്തിയായവർക്ക് ആഘോഷത്തിന്റെ ദിവസമല്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസമാ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസമാ. പ്രവാചകൻ പോയെങ്കിൽ പിന്നെ നമ്മളും പോകണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പോയെങ്കിൽ പിന്നെ നമ്മളാരാ? നമ്മളും പോകേണ്ടവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ റബീഉൽ അവ്വൽ 12 ഓർമ്മയുണ്ടോ? മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുടെ വഫാത്തിന്റെ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? മസ്ജിദുൻ നബവിയിൽ സുബ്ഹി ബാങ്ക് വിളിക്കുകയാണ്. റബീഉൽ അവ്വൽ 12 സുബ്ഹി ബാങ്ക് ബിലാൽ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ എല്ലാവരും പള്ളിക്കകത്തേക്ക് നിസ്കരിക്കാൻ കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകർ നിസ്കരിക്കാൻ തുടങ്ങുമ്പോ അവിടെന്ന് പറയുന്നു, ആയിഷ ആ കർട്ടനൊന്ന് മാറ്റുവോ ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആല അതാ വീടിന്റെ കർട്ടൻ അങ്ങോട്ട് മാറ്റുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ തന്റെ സഹാബത്ത് മുഴുവനും സുബഹി നിസ്കരിക്കുന്നത് നോക്കുകയാ. ഓരോ മനുഷ്യനും നിസ്കരിക്കുന്നത് നോക്കുകയാണ്. അവസാനം എല്ലാവരും അത്തഹിയ്യാത്തിലിരുന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ കർട്ടൻ തിരിച്ചു വിട് ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല കർട്ടൻ മറയ്ക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ രോഗിയായി കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് പനി കൂടുകയാ. വീടിനകത്താണെങ്കിൽ ആയിഷ ബീബി റളിയല്ലാഹു തആല ഫാത്തിമ ബീബി റളിയല്ലാഹു തആല രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തിരിക്കുകയാണ്. രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ രോഗം കൂടിയിട്ട് തളർന്നു പോയി. പ്രവാചകന് മയങ്ങിക്കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് മയങ്ങിക്കിടക്കുമ്പോ ആയിഷ ബീബിയും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയമുണ്ടല്ലോ വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാ. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. ആരോ വീടിന്റെ കവാടത്തിൽ സലാം പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ ഒന്ന് വാതിൽ തുറക്കുവോ, ഒന്ന് വാതിൽ തുറക്കുവോ. ആരോ വീടിന്റെ കവാടത്തിൽ സലാം പറയുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അവിടെന്ന് വിളിച്ചു പറയുന്നു, മനുഷ്യ അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം പിടിച്ചിട്ട് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് സംസാരിക്കാൻ കഴിയുന്നില്ല, പ്രവാചകന് മിണ്ടാ കഴിയുന്നില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ ഒരു ദിവസം വരാ വിളിച്ചു പറയുകയാ. കുറെ സമയം കഴിയുമ്പോ രണ്ടാമതും വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. രണ്ടാമതും വീടിന്റെ കവാടത്തിൽ സലാം പറയുകയാണ്. വാതിൽ തുറക്കാൻ പറയുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിന്റെ പടിയിലൂടെ നോക്കുമ്പോ ഒരു മനുഷ്യനെ കാണുകയാ. ഫാത്തിമ ബീബി വിളിച്ചു പറയുന്നു, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, പോയിട്ട് പിന്നെ വരിക. കുറെ സമയം കഴിഞ്ഞിട്ട് മൂന്നാമതും സലാം കേൾക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകര് വീടിന്റെ കവാടത്തിൽ വെച്ച് സലാം പറയുന്ന ശബ്ദം കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഫാത്തിമ ആരാ ഫാത്തിമ, ആരാ ഫാത്തിമ?
ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, വാപ്പാ ആരെന്നറിയില്ല, കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ, ഇന്ന് വരെ ആ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല വാപ്പാ. എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ വാതിൽ തുറക്ക്, ഫാത്തിമ വാതിൽ തുറക്ക്, ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ കവാടം തുറക്കുകയാണ്, വീടിന്റെ കവാടം തുറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ അത് മലക്കുൽ മൗത്ത് അസ്റായീൽ, അത് അസ്റായീലാണ് ഫാത്തിമ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാമെന്ന അസ്റായീലിനെ കണ്ടിട്ട് ഫാത്തിമ ബീബി പോലും പേടിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീടിന്റെ സൈഡിലേക്ക് മാറി നിൽക്കുകയാണ്. ഫാത്തിമ ബീബി മാറി നിൽക്കുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, അസ്റായീൽ എന്നെ രോഗസന്ദർശനം നടത്താമെന്നതാണോ? അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ രോഗസന്ദർശനം നടത്താൻ അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാമെന്നതാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നു, അസ്റായീൽ എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം, അസ്റായീൽ എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം, അസ്റായീൽ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അസ്റായീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഒന്നാം ആകാശത്തിൽ നിന്ന് ജിബ്രീൽ കരയുന്നത് കണ്ട് നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്റായീൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാ, ജാ ജിബ്രീൽ, ഞാൻ ചിരിച്ചപ്പോഴും ഞാൻ കരഞ്ഞപ്പോഴും എന്റെ സന്തോഷത്തിലും എന്റെ ദുഃഖത്തിലും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ജിബ്രീൽ. എന്നെ യാത്രയാക്കാൻ എന്തേ നീ വരാത്തത്? എന്നെ യാത്രയാക്കാൻ ഈ അവസാന സമയത്ത് നീ എന്തേ വരാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് കരഞ്ഞുകൊണ്ട് ജിബ്രീൽ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ, ഈ കിടപ്പ് കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീൽ എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറ ജിബ്രീൽ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് പറ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു നബിയേ. അങ്ങയുടെ സമുദായമുണ്ടല്ലോ, മരിക്കുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് തൊണ്ടക്കുടിയിലേക്ക് റൂഹെത്തുന്നതിന് ഒരു സെക്കൻഡ് മുമ്പെങ്ങാട് അല്ലാഹുവിന്റെ നബിയേ അങ്ങയുടെ ദാസന്മാര് തൗബ ചെയ്താൽ അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നു, അസ്റായീൽ റൂഹ് പിടിക്ക, അസ്റായീൽ റൂഹ് പിടിക്ക, അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അവിടത്തെ കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, റൂഹ് പിടിച്ച് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ അവിടെന്ന് പറയുന്നു, അസ്റായീൽ ഒന്ന് പതുക്കെ പിടിക്ക, അസ്റായീൽ ഒന്ന് പതുക്കെ പിടിക്ക, അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂലിനോട് മലക്കുൽ മൗത്ത് പറയുന്നു, നബിയേ ഒരുപാട് പേരുടെ റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ, കൊച്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പിടിച്ചിട്ടുണ്ട് നബിയേ, ഓരോ പ്രവാചകന്മാരുടെയും റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ. പക്ഷേ ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, പക്ഷേ ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ, ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇസ്രായീൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്
ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്നുരുളുകയാണ്. അള്ളാന്റെ റസൂല് എന്റെ പ്രിയമുള്ളവരെ വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ആ സമയം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് തലയെടുത്ത് തന്റെ മടിയിൽ വെക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ തലയെടുത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മടിയിൽ വെക്കുകയാണ്. പ്രവാചകന്റെ ശരീരം മുഴുവനും വിയർക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്തിരിപ്പുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് പ്രവാചകന്റെ മുഖം തുടച്ചു കൊടുക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ മുഖം തുടച്ചു കൊടുത്തു. വേദന സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ കടന്നു പുളയുകയാണ്. ആ സമയത്ത് അള്ളാന്റെ റസൂല് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതി ലസകറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് നൽകിയ മൂന്നാമത്തെ മുന്നറിയിപ്പാണ് സഹോദരാ.